സുചേട്ടാ നമസ്കാരം. നമസ്കാരം. കലാപങ്ങളെല്ലാം തന്നെ പുതിയ പുതിയ രൂപാന്തരങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കലാപങ്ങളിൽ കാണുന്നത്. ഈ ജെൻ സി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ആ ഒരു കലാപത്തിന്റെ നൊസ്റ്റാൾജിയ നഷ്ടപ്പെട്ടതുപോലെ തോന്നും. ഇതാരാ ജെൻ സി എന്നൊക്കെ തോന്നും. ആ നൊസ്റ്റാൾജിയ തിരിച്ചു പിടിക്കാനായിട്ട് ഉത്തർപ്രദേശിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ബറേലി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു കലാപം അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ കലാപം എന്ന് പറയുന്നത് അവിടെ തുടങ്ങുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ക്യാമ്പയിന്റെ പേര് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ക്യാമ്പയിനാണ്. അവിടെയുള്ള മുസ്ലിം സംഘടനകളാണ് ആ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു കലാപം ഉണ്ടാകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊന്നും വലിയൊരു വാർത്തയൊന്നുമല്ല. അത് വാർത്തയല്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് അവർക്ക് അത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അവിടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്നത് കൊണ്ടാണ്. കാരണം ഇനിയിപ്പോ അവിടെ UP മൊത്തം കലാപം ഉണ്ടായിരുന്നാലും യോഗിയാണ് ഭരിക്കുന്നതെങ്കിൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി വിളച്ചിലിറക്കാന്ന് പറഞ്ഞാൽ അതും നടക്കത്തില്ല. കാരണം അതിർത്തിയിൽ വെച്ച് തടയുകയും ചെയ്യും, എടുത്ത് ജയിലിടുകയും ചെയ്യും. പിന്നെ ജയിലിടിഞ്ഞാൽ പുറത്തു വരില്ല. സുപ്രീം കോടതി കയറി ഇറങ്ങി നടക്കണം. അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇവർ വകവെച്ച് കൊടുക്കാറില്ല. കലാപം നടത്തുന്നെങ്കിൽ നടന്നോട്ടെ, എന്തെങ്കിലും ആകുമ്പോൾ ഒരു വരി ഫ്ലാഷ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് 2 ദിവസമായി ഈ സംഭവം തുടങ്ങിയിട്ട്. ഈ ബറേലിയിൽ ഐ ലവ് യു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നു. ഈ മുസ്ലിം സംഘടനയായിട്ടുള്ള ഇത്തിഹാദി മിലാദ് അതാണ് ഈ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിന്റെ മൗലാന തൗഹീർ റാസ ഖാൻ എന്ന് പറയുന്ന വ്യക്തി വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നു. ഞാൻ വായിച്ചത്, എന്റെ ഓർമ്മയിൽ വരുന്നത്, ഈ യോഗി ആദിത്യനാഥിനെ വളരെ മോശപ്പെട്ട രീതിയിൽ അവിടെ തെറി പറയുക, അതായത് ഹിന്ദിയിൽ തെറി പറയുക എന്ന് പറയില്ല, അപ്പൊ ആ രീതിയിൽ യോഗി ആദിത്യനാഥിന്റെ കുടുംബത്തെ എല്ലാം പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുക. അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ കലാപം തുടങ്ങിക്കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഇത് നേരെ ഹൈദരാബാദിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഒക്കെ ഇത് വ്യാപിക്കുന്നുണ്ട്. അപ്പൊ ചെറിയൊരു സ്പാർക്ക് വീണിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കലാപം വ്യാപിക്കുന്നത്? എവിടെയാണ് ഇതിന്റെ ഉറവിടം? സർക്കാർ ഇപ്പോ ഈ കലാപം നിയന്ത്രിക്കാൻ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? ഈ കലാപം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ഇപ്പൊ നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വാർത്തയായിട്ട് ഇറക്കി അവതരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവര് പറയുന്ന വാർത്തയുണ്ട്, നമ്മൾ കണ്ടെത്തിയ വാർത്ത, നമ്മൾ ശേഖരിച്ച വാർത്തയും ഇതിനോടൊപ്പം ഉണ്ട്. നമ്മളത് പോലീസിന്റെ FIR അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ഈ വാർത്ത നമ്മൾ ഈ അനാലിസിസിനായി തയ്യാറാക്കുന്നത്. ഇതിന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ ഉത്തർപ്രദേശിലെ ബറേലി എന്ന് പറയുന്ന ഒരു സ്ഥലം, പടിഞ്ഞാറൻ UP ആണിത്. ഇവിടുത്തെ ഒരു സ്ഥലത്ത് ഈ മുസ്ലിം ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു തെരുവിൽ ഐ ലവ് യു മുഹമ്മദ് എന്ന് ബാനർ ഉയർത്തി. അപ്പോൾ അതുവഴി ഈ ഹിന്ദുക്കളുടെ ഘോഷയാത്ര കടന്നു പോകുന്നു. ഇപ്പൊ നവരാത്രിയാണല്ലോ, ഗർഭ ഡാൻസും മറ്റുമൊക്കെ ഉണ്ട്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അതുവഴി കടന്നു പോകുന്ന ഒരു വഴി. ആ സ്ഥലത്തിന്റെ പേര് ബറേലിയിലെ റാവത്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സഫർ വാലി ഗലി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. സഫർ വാലി ഗലി. സെപ്റ്റംബർ 4-നായിരുന്നു ഈ സംഭവം. ബാനർ കെട്ടുന്നു. അപ്പൊ അതിനുശേഷം അതൊരു ചെറിയ ഒരു മുറുമുറുപ്പ് അവിടെ ഉണ്ടായി. ഇങ്ങനെ ഒരു സംഭവം, ബാനർ കെട്ടി ഞങ്ങളുടെ ഇത് ഘോഷയാത്ര പോകുന്നു. അപ്പം ഐ ലവ് യു മുഹമ്മദ് എന്നൊരു വലിയ ബാനർ ഈ കവാടത്തിൽ തന്നെ, ഈ ഗലിയിലേക്ക് പോകുന്ന, ഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളനി പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പൊ അതിനകത്തുള്ള തെരുവാണ്. അപ്പൊ അവിടെ കെട്ടിയത് വലിയ പ്രതിഷേധം വരുന്നു. അതിനുശേഷം അവിടെ ഈ ഹിന്ദുക്കൾ സ്ഥാപിച്ചിരുന്ന ബാനറും കൊടിതോരണമെല്ലാം നശിപ്പിക്കപ്പെടുന്നു. ആ സംഭവം. അപ്പൊ ആദ്യത്തെ സംഭവത്തിൽ പോലീസ് ഇടപെട്ട് 2 കൂട്ടരെയും വിളിച്ച് അത് ഓക്കെ ആക്കി, കോംപ്രമൈസ് ആക്കി. അപ്പം ഈ ബാനർ കെട്ടിയവർ പറഞ്ഞു, ശരി, ബാനർ ഞങ്ങൾ അവിടെ നിന്ന് അഴിച്ചു മാറ്റി ഇപ്പുറത്ത് കെട്ടിക്കോളാം. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. ഈ അമ്പലത്തിന്റെ അടുത്ത് ചിലപ്പം കൊണ്ട് ബാനറൊക്കെ വെക്കുമ്പോൾ ചിലരൊക്കെ വന്ന് എതിർപ്പ് പറയും. അപ്പൊ ശരി, നമ്മൾ പോലീസ് ഇടപെടും, 2 കൂട്ടരെയും വിളിപ്പിക്കും. പോലീസിന്റെ ഇടപെടലിൽ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി സ്ഥാപിച്ച പ്രശ്നം അങ്ങ് തീർക്കും. അതല്ലാതെ ഇതില്ല. ഇവിടെയും അതേപോലെ തന്നെ ഈ ബാനർ അഴിച്ചു അവർ ഇപ്പുറത്തോട്ട് മാറ്റി കെട്ടിയപ്പോൾ പ്രശ്നം തീർന്നു. പക്ഷെ അതിന്റെ അടുത്ത ദിവസം എന്നല്ല, സെപ്റ്റംബർ 6-ന്, ഇത് സെപ്റ്റംബർ 4-ന് നടന്ന സംഭവം. സെപ്റ്റംബർ 6-ലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കളുടെ കൊടിതോരണങ്ങളും ബാനറുകളും നശിപ്പിക്കുന്നു. സ്വാഭാവികമായി UP പോലെ സെൻസിറ്റീവായ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിഷയം കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു ലഹളയ്ക്ക് കാരണമാകുമല്ലോ. പക്ഷെ പോലീസ് വളരെ ഊർജ്ജസ്വലതമായി അന്വേഷിക്കുകയും CCTV ഫുട്ടേജുകൾ ശേഖരിക്കുകയും ചെയ്തു. ശേഖരിച്ചപ്പോഴാരാണ് ഇത്? ഒരുപറ്റം മുസ്ലിം യുവാക്കളാണ് ഇത് മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഹിന്ദുക്കളുടെ ബാനറുകളും കൊടികളും മറ്റും അവരുടെ ഏരിയയിൽ, ഈ ഏരിയയിലല്ല, അവര് ഈ ഗർഭ ഡാൻസും ഇല്ലെങ്കിൽ നവരാത്രി ആഘോഷം നടക്കുന്ന ഏരിയയിൽ തകർത്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് തന്നെ പോലീസ് കണ്ടെത്തുന്നു. CCTV അനുസരിച്ച് ഇവരെ സെപ്റ്റംബർ 10-ന് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ക്യാമ്പയിന് തുടക്കമാകുകയാണ്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരണം നടക്കുന്നത് ഐ ലവ് യു മുഹമ്മദ് എന്ന് എഴുതിയാലുടൻ UP-യിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നാക്കി. എന്നിട്ട് എല്ലായിടത്തും ഐ ലവ് യു മുഹമ്മദ് എന്ന് ഈ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നു,
അതുപോലെ സോഷ്യൽ മീഡിയ വലിയ ക്യാമ്പയിൻ നടക്കുന്നു. അതായത് എവിടെ ഐ ലവ് യു മുഹമ്മദ് എന്നുണ്ടായാലും പോലീസ് ആക്രമിക്കുന്നു, ഹിന്ദു സംഘടനകൾ ആക്രമിക്കുന്നു എന്നുള്ളത്. സംഭവത്തിന്റെ അതെ. യാഥാർത്ഥ്യം അതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പോലീസ് FIR-ലടക്കം പറഞ്ഞത് യാഥാർത്ഥ്യം. അതായത് പോലീസ് പറഞ്ഞു ഉം. നിർത്തിയ ഒരു ബാനർ പ്രശ്നം അത് കഴിയുന്നു. അതിന് തൊട്ടടുത്ത ദിവസം ഹിന്ദുക്കളുടെയും, തൊട്ടടുത്തല്ല 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഹിന്ദുക്കളുടെയും മറ്റുമൊക്കെ ബാനറുകളും മറ്റും നശിപ്പിക്കുന്നു. അത് ഉം. പിന്നീട് അതിനെ പ്രതികളെ പോലീസ് പിടിച്ചപ്പോൾ അത് ഈ രീതിയിലേക്ക് മാറ്റുന്നു. ഇതിന് ശേഷം വെള്ളിയാഴ്ചത്തെ നിസ്കാരത്തിന് ശേഷം അവിടെ ഈ ഇത്തിഹാദ് ഈ മില്ലത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടന, ഈ സംഘടന പണ്ടും വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. അത്യാവശ്യം നല്ല ഹോൾഡുള്ള സുന്നി മുസ്ലിങ്ങളുടെ ഒരു സംഘടനയാണിത്. സുന്നി മുസ്ലിം അത് ശരി. നേതാവായ മൗലാന തൗഖീർ റാസ ഖാൻ എന്ന് പറയുന്ന ആള് ഈ നിസ്കാരത്തിന് ശേഷം എല്ലാവരെയും അടുത്തുള്ള മൈതാനത്തിലേക്ക് ഒത്തുകൂടാൻ പറയുന്നു. അവിടുത്തെ ഉം. പ്രതിഷേധം സാധാരണ കലാപങ്ങളിൽ കാണുന്ന പോലെ പോലീസിന് നേരെ കല്ലേറുണ്ടാകും. ആദ്യത്തെ ഘട്ടം, ആദ്യത്തെ ദിവസം അങ്ങനെയായി. എന്നാൽ അതിന് ഉം. അടുത്ത ദിവസങ്ങളിൽ നടന്നത് ഈ പ്രതിഷേധ പ്രകടനം, ആ പോലീസ് അനുമതി കൊടുത്തില്ല പ്രതിഷേധ പ്രകടനത്തിന്. അനുമതി ഉം. നിഷേധിച്ചുകൊണ്ട്, പ്രതിഷേധ അനുമതിയെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പിനെ മറികടന്നുകൊണ്ട് ഒരു വലിയ പ്രകടനം വരുന്നു. ഈ പ്രകടനക്കാർ കല്ലേറിയ മാത്രമല്ല ചെയ്ത്, വെടിവെക്കുകയും ചെയ്തു. അതാണ് ഇപ്പോഴത്തെ പുതിയ കേസ്. ഓ. പ്രകടനക്കാർ വെടിവെച്ചു പോലീസിന് നേർക്ക്. എത്ര പോലീസുകാർക്ക് പരിക്കേറ്റു എന്നറിയത്തില്ല, ഒരുപാട് പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. ഇത് ഉം. ടൈംസ് നൗ പോലെയുള്ള ചാനലുകൾ അവരുടെ ഫൂട്ടേജിൽ വെടിയുടെ സൗണ്ടും കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ വെടി ഉയർത്തുന്നു. ഓ. നമ്മളിത് കണ്ടതാണ്, ദില്ലി കലാപത്തിന് ഇതേപോലെ തോക്ക് ഉപയോഗിച്ചിരുന്നു. അത് നമ്മൾ പിന്നീട് അന്വേഷിക്കുകയും അവരെ പിടിക്കുകയൊക്കെ ചെയ്തു. അതെ അതെ. ഇതായിരുന്നു അവിടെ സംഭവിച്ചത്. ഇതോടുകൂടി പോലീസ് 144 പ്രഖ്യാപിക്കുകയും 20ഓളം പേരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉം. ഇതിന് ഉം. സമാനമായിട്ട് ഗുജറാത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിന് സമാനമായ ഒരു സംഭവം ഗുജറാത്തിൽ നടന്നു. അവിടെയും സെപ്റ്റംബർ 24-ന്, അതായത് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 2-3 ദിവസം മുമ്പ് സെപ്റ്റംബർ 24-ന് അവിടുത്തെ ഗാന്ധിനഗർ ജില്ലയിലെ ദഹേഗ ഗ്രാമത്തിൽ അവിടെ ഒരു ഹിന്ദു യുവാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഐ ലവ് യു മഹാദേവ്. സ്വാഭാവികമായി ഇത് ഉം. എല്ലാവരും ചെയ്യുന്നതാണ്. ഐ ലവ് യു മുഹമ്മദ് എന്ന് പറയുന്നത് തെറ്റില്ല, ഐ ലവ് യു ജീസസ് എന്ന് പറയുന്നത് തെറ്റില്ല. ഇതെല്ലാം അനുവദനീയമാണ് നമ്മുടെ രാജ്യത്ത്, ആർക്ക് വേണമെങ്കിലും ഇടാം. അങ്ങനെ ഈ അതെ. യുവാവ് ഒരു കട നടത്തുന്ന വ്യക്തിയാണ്. ഈ യുവാവ് ഒരു ഫേസ്ബുക്കിന്റെ പോസ്റ്റ് അല്ല, ഈ പ്രൊഫൈൽ പിക്ചർ ഇടുന്നു, ഐ ലവ് യു മഹാദേവ് എന്ന് പറഞ്ഞിട്ട് ഉം. ശിവന്റെ പടമൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരു പ്രൊഫൈൽ പിക്ചർ ഇടുന്നു. അന്ന് രാത്രി ഒരു വലിയ വിഭാഗം ഈ മതമൗലികവാദികൾ വരികയും ഇദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുന്നു, കട കത്തിച്ചു കളയുന്നു, ഏതാണ്ട് 8ഓളം വാഹനങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നു, വലിയ സംഘർഷമാകുന്നു. ആ സംഘർഷം ഉം. പിന്നീട് ഗോദ്രയിലേക്ക് മാറുന്നു. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെടുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം പ്ലാനിങ് ആണിതെന്ന്. UP നടന്നൊരു സംഭവം, ആ സംഭവത്തിന്റെ നിജസ്ഥിതിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നീട് അത് ഏത് രീതിയിലേക്ക് മാറ്റിമറിച്ചു എന്ന് ശ്രദ്ധിക്കണം നമ്മൾ. അതിനുശേഷം പിന്നീട് അത് കാണുന്നത് ഗുജറാത്തിലാണ്. ഇതിനു ശേഷം പിന്നീട് ഇത് ഹൈദരാബാദിൽ വലിയ പ്രതിഷേധ പ്രകടനവും കാര്യങ്ങളുമായി, ബീഹാറിൽ ഇത് വലിയ പ്രതിഷേധ പ്രകടനം കാര്യമായി. ഇനി എന്തുകൊണ്ട് UP ഇത് സംഭവിച്ചു എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഈ 0.5 എന്ന് പറയുന്ന ശത്രുക്കൾ ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥ തകർക്കുക, അതിനു വേണ്ടിയിട്ട് അവർ ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട മഹാരാഷ്ട്രയാണ് നമ്മുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ആ മഹാരാഷ്ട്രയിലെ വേറൊരു രൂപത്തിൽ വന്നിരുന്നു, അതവിടെ ചീറ്റിപ്പോയി. ലഡാക്കിൽ വന്നിരുന്നു, ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്കിൽ. അവിടെ ചോദിക്കുന്ന, ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പ്രവർത്തകർ ചോദിക്കുന്നത്, അവിടെ റോഡ് വരുന്നു, അതെന്തിനാണ് അവിടെ ലഡാക്കിൽ വരുന്നത്? അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ എന്ന്. ലഡാക്ക് തന്ത്രപ്രധാനപരമായ ഒരു സ്ഥലമാണ്, പാകിസ്ഥാനും ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അവിടെ റോഡുകൾ ഇല്ലാത്തതിനായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, സൈനിക വിന്യാസത്തിന് ഇതിലേക്ക് പോകാനും ഒക്കെ ആയിട്ട്. പിന്നെ ജനങ്ങൾക്ക് വികസനത്തിന് റോഡ് വേണ്ടേ? അപ്പൊ അതവിടെ നിൽക്കട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തതുകൊണ്ട് അത് പറയുന്നത് അതായിരുന്നു. അടുത്തത്, എന്തുകൊണ്ട് UP തിരഞ്ഞെടുത്തു? ഇവിടെ പെട്ടെന്ന് നമുക്ക് നിഷ്കളങ്കമായി തോന്നും, UP വർഗീയതകളൊക്കെ നടക്കുന്ന സ്ഥലം, ഒരു പിന്നോക്ക സ്ഥലമല്ലേ? പക്ഷെ അല്ല. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അതിവേഗം വളർന്നുകൊണ്ട് നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? UP-യിലെ നോയിഡയാണ്. ഉത്തർപ്രദേശ്. ഇന്റർനാഷണൽ അതെ. കമ്പനികൾ മുഴുവൻ നോയിഡയിലേക്കാണ്, യോഗിയുടെ നോയിഡയിലേക്കാണ് വരുന്നത്. ഈ നോയിഡ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ബറേലി സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ UP-യിലാണ്. അവിടെ ഇപ്പോൾ ഒരു ഉം. ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ വെച്ചിട്ടുണ്ട് യോഗി. അതായത് വിദേശ കമ്പനികളെ ഉം. ആകർഷിക്കാനും അവർക്ക് വേണ്ട സ്ഥലങ്ങളും മറ്റും കൊടുക്കുക, ഒരു വലിയ എക്സ്പോ യോഗി ആദിത്യനാഥ് സർക്കാർ അനൗൺസ് ചെയ്ത് ഇപ്പോൾ തുടങ്ങാൻ പോവാത്. അതിനടുത്താണ് ഈ ഉം. കലാപം നടക്കുന്നത്. അതായത് ഇത് നടക്കരുത്. അതായത് വിദേശത്ത് നിന്ന് വരുന്ന ഇൻവെസ്റ്റേഴ്സിന്, ഇപ്പോൾ നമുക്കറിയാം ഈ താരിഫിന്റെ ഒക്കെ യുദ്ധം കൊണ്ട് അനവധി വിദേശ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, UK-യിൽ നിന്നും USA-യിൽ നിന്നുമൊക്കെ. അവർ ഇന്ത്യയിൽ വരരുത്. കാരണം നോയിഡയിൽ UP-യിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓൺലൈൻ ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം, കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. ഒറ്റ ആഴ്ച കൊണ്ട് നമുക്ക് പെർമിഷൻ കാര്യങ്ങളും കിട്ടും, നമ്മുടെ പേപ്പറെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. സ്ഥലവും തരും, എല്ലാം തരും. ഈ നോയിഡ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. നമ്മുടെ മലയാളികൾ അടക്കം ഒരുപാട് പേര് അവിടെ, CA20 യൂണിയൻ ഉണ്ട് അവിടെ. അപ്പം വലിയ രീതിയിൽ ഉള്ള ഒരു ഇടമാണ്. അതിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിന് സമയം. കാരണം ഇതൊരു കലാപ മേഖലയാണ് ഈ UP-യും
പ്രത്യേകിച്ച് ഈ നോയിഡ നിൽക്കുന്ന ഭാഗവും അവിടെ വരരുത് എന്നൊരു ധ്വനി ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഈ കലാപം ഉണ്ടാക്കിയതെന്നാണ് BJP ഇപ്പോൾ ആരോപിക്കുന്നത്. ആ ആരോപണത്തിൽ അല്പം കഴമ്പുണ്ടായെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് UP കലാപം അവിടെ വിവരമില്ലാത്തവന്മാരെന്നല്ല അല്ല, ഇന്ത്യയുടെ വലിയ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്താണ് ഈ പ്രശ്നം നടക്കുന്നത്. UP നോയിഡയ്ക്ക് സമീപം പടിഞ്ഞാറൻ UP എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് മധുര ക്ഷേത്രവും ഒക്കെ ഉള്ളത്. അപ്പൊ ഏതായാലും അവിടേക്കാണ് ഈ പ്രശ്നം എത്തിച്ചത്. അതിപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷമായിരുന്നു. ഇപ്പൊ എല്ലായിടത്തും I love you മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പ്ലക്കാർഡ് പിടിക്കുന്നവരൊക്കെ ഉണ്ട്. അവിടെ ഒന്നും ആക്രമണം നടക്കുന്നില്ല, അവിടെ ഒന്നും ഒരു വിഷയം നടക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ വ്യാജ കഥകൾ ഇന്റർനെറ്റിൽ കൂടെ പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ വ്യാജമായിട്ടുള്ള വീഡിയോസ് AI-യുടെ സഹായത്താൽ ഇറക്കുന്ന വീഡിയോസുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മതവികാരം ഇളക്കി വിട്ടിട്ടുണ്ട് ഒരു കലാപത്തിനുള്ള ശ്രമമായിരുന്നു നടന്നത്. അതാണ് ഇപ്പോൾ ഒരു വെടിവെപ്പിൽ കലാശിച്ചിരിക്കുന്നത്. പോലീസ് അല്ല വെടിവെച്ചിരിക്കുന്നത്, ഈ പ്രകടനക്കാരാണ് വെടിവെച്ചിരിക്കുന്നത്. ഏതായാലും 10-50 പേര് നിലവിൽ ഇപ്പോൾ രാജ്യത്ത് അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ 20 പേര് UP നിന്നാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി അത് തപ്പി എടുക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിൽ തപ്പി എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്രകോപനപരമായിട്ട് ഹിന്ദുക്കളെ ഒരുപാട് പേരെ ആക്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പൊ പഴയതുപോലെയല്ല, ഹിന്ദുക്കളെ ആക്രമിച്ച് അവർ തിരിച്ചാക്രമിക്കുക തന്നെ ചെയ്യും, അത് സ്വാഭാവികമാണല്ലോ. ഇപ്പൊ മുസ്ലിങ്ങളെ പോയിട്ട് ഹിന്ദുക്കളെ ആക്രമിച്ച് അവരും തിരിച്ചാക്രമിക്കും. രണ്ടു കൂട്ടരും, അതാണല്ലോ ആക്രമണം എന്ന് നമ്മൾ പറയുന്നത്, അല്ലാതെ വൺ സൈഡ് അല്ലല്ലോ ഇടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് സംഭവിക്കുന്നത് ആ രീതിയിലേക്ക്, ഏതായാലും വലിയ രീതിയിലേക്ക് അത് വളർന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം യോഗിയാണ് UP ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇത് മറ്റിടങ്ങളിലും ബീഹാർ അടക്കം, ഒപ്പം തന്നെ ഗുജറാത്ത്, ഇതെല്ലാം BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് ഇത് ഈ പ്ലാൻ നടക്കുന്നത്. കഥ ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതും ഇതാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഈ കഥ ഏത് പരുവത്തിലാക്കും എന്ന് എനിക്കറിയില്ല. ഏതായാലും പ്രേക്ഷകരുടെ അറിവിനൊക്കെ വേണ്ടിയിട്ടാണ് FIR അടക്കം അതിന്റെ ഡീറ്റെയിൽസ് അടക്കം നമ്മളിങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാൻ നടത്തിയത്. അതായത് രണ്ടിടത്ത് കലാപം പരാജയപ്പെട്ടു. ഇപ്പോൾ ആ കലാപം മതരൂപത്തിൽ, കാരണം അതാണല്ലോ ഏറ്റവും എളുപ്പത്തിൽ കത്തുന്നത്, മതരൂപത്തിൽ ലോകത്തെമ്പാടും ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ കലാപം പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗത്ത് ഇപ്പോ ഇന്ത്യയിൽ അത്തരത്തിലൊരെണ്ണം ഉണ്ടാക്കാൻ വലിയ നീക്കം വിദേശ ശക്തികളുടെ സഹായത്താൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾ ഇതിനെയും കാണാനായിട്ട്. അതായത് ഇത് പറ്റിയ സമയമാണ് എന്ന് കരുതിക്കൊണ്ട് ഇപ്പൊ രണ്ടിടത്ത് ചീറ്റിപ്പോയി, മൂന്നാമത് UP, അവിടെയും ഇതാണ് ചീറ്റിയ ലക്ഷണമാണ്. പക്ഷെ അത് മറ്റു സംസ്ഥാനങ്ങൾക്ക് പടരുന്നു എന്ന് തന്നെയാണ് നമ്മളുടെ ഈ ചർച്ചയ്ക്ക് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം.